ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി അരിപ്പയിൽ വാല വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരട്ടെ. അപ്പോൾ ഈ കോളിഫ്ലവർക്ക് നമ്മൾ പല വിധത്തിൽ ഉണ്ടാക്കും കോളിഫ്ലവർ. പക്ഷേ ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്, ചിക്കൻ കറി പോലെ ഇരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കടുക് ഇട്ട് കൊടുത്തു 1 സ്പൂണ്. അത് പൊട്ടി വരുന്നതോടുകൂടി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അത്ര അതിലും കൂടുതലില്ല. കടുക് പൊട്ടി വരുമ്പോൾ ഈ കറിക്ക് ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക. ഇപ്പോൾ ജീരകം കൂടി പൊട്ടി വന്നിട്ട് നമുക്ക് 2 സബോള ഇട്ട് കൊടുക്കാം. സബോള ഒരു പകുതി വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സബോള പകുതി വഴന്ന് വന്നിട്ട് അപ്പോൾ എനിക്കൊരു 4 പച്ചമുളകും വേപ്പനിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു നുള്ളി ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിക്കും. അതിന് പച്ചമണം പോകുന്ന വരെ, വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം പോകുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ ഒരു 1/4 മുറി തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ വറുത്തെടുത്താൽ ഭയങ്കര ചുവപ്പ് കളറാവുന്നു വേണ്ട, എന്നാലും ഒരുവിധം നന്നായി അതിൻ്റെ ഒന്ന് വറുത്തന്നെ എടുക്കണം. അങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് എനിക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കും. അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി പാല വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് പാകാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിട്ട് കൊടുത്തത് പാകാണ്. സബോള ഒന്ന് വേഗമായി കിട്ടാൻ വേണ്ടി ഞാനൊരു സ്പൂൺ ഉപ്പ് ആ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പറയാൻ നോക്കാം. ഇനി അത് നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് ആയി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത് വെള്ളം ഒന്ന് ഡ്രൈ ആയി വരുന്ന വരെ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അല്ല, ഇത്രയും ഒരു ലേശം ചാറ് ഇരുന്നോട്ടെ എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അത് ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നുള്ളൂ, മൂടി കിടന്നില്ല. പിന്നെ ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കിച്ചപ്പാണ്. 1 ടേബിൾ സ്പൂണോളം കിച്ചപ്പ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റാണ് അതിനുണ്ടാവുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, പുട്ട്, നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ പൂരി, എല്ലാത്തിൻ്റെ കൂടി ഇത്തിരി ചാറായിട്ട് നമുക്ക് എടുക്കാത്തത്. ഞാനിപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കാറുണ്ട്. നല്ലൊരു ചിക്കൻ കറിയുടെ ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.